നമസ്കാരം. കഴിഞ്ഞ തവണ കേട്ട കഥയിലെ പുലിക്കഥ എങ്ങനെയുണ്ടായിരുന്നു? ആരാണ് ഏറ്റവും വിഡ്ഢിത്തം കലർന്ന പ്രവൃത്തി ചെയ്തതെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? വിക്രമാദിത്യൻ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു നമുക്ക് പരിശോധിക്കാം. വിക്രമാദിത്യൻ പറഞ്ഞു, ആ ചത്തുപോയ പുലിക്ക് മൃതസഞ്ജീവനി മന്ത്രം ഓതിക്കൊടുത്ത് അതിന് ജീവൻ വപ്പിച്ച 4ാമത്തെ കുമാരനാണ് ഏറ്റവും അപകടകരമായ പ്രവൃത്തി ചെയ്തത്. അയാളാണ് വിഡ്ഢി എന്ന് സാരം. ശരിയല്ലേ? ആ ഉത്തരം തന്നെ നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലേ? കുറച്ച് പേര് ആ ഉത്തരം തന്നെ എഴുതി അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. നമുക്കിനി ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. ഇന്നത്തെ കഥയിൽ ശൂരസേന മഹാരാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ രാജഗുരുവായിരുന്നു ഗുരുസ്വാമി. ഗുരുസ്വാമിയുടെ മകൻ ഹരിസ്വാമി. ഈ ഹരിസ്വാമി ചെറുപ്പത്തിൽ തന്നെ അതികോമളനായ ഒരു കുമാരനായിട്ടാണ് വളർന്നു വന്നത്. അച്ഛൻ്റെ കീഴിൽ നിന്ന് തന്നെ എല്ലാ വിദ്യകളും അഭ്യസിച്ച് അരോഗ ദൃഢഗാത്രനായി വളർന്നു വന്ന ആ ഹരിസ്വാമിയുടെ അഴകും ആരോഗ്യവും ആ നാട്ടിലെ യുവതികളുടെ ഉറക്കം കെടുത്തിയെന്ന് തന്നെ പറയാം. ഹരിസ്വാമി അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്തും തെരുവീഥികളിലൂടെ നടക്കുന്നത് കാണാനുമായി ആ നാട്ടിലെ യുവതീരത്നങ്ങളെല്ലാം വഴിയരികിൽ അണിനിരക്കുമായിരുന്നു എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. അത്രയ്ക്കും സുന്ദരനായിരുന്നു ഹരിസ്വാമി. കാലം കടന്നുപോയി. ഹരിസ്വാമി ഉത്തമനായ ഒരു യുവാവായി വളർന്നു വന്നു. ഹരിസ്വാമിയുടെ അച്ഛനായ ഗുരുസ്വാമിയും ഭാര്യയും മകന്റെ വിവാഹം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഈ ഹരിസ്വാമി മുൻപെങ്ങോ പരിചയപ്പെട്ട ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ സഹോദരിയായ ലാവണ്യവതി എന്ന യുവതിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് ആ യുവതിയുമായി ഒരു ദിവസം വീട്ടിലേക്ക് വന്നു കയറി. അച്ഛനും അമ്മയും ആദ്യം ഒന്ന് അന്താളിച്ചു, അവരാകെ വ്യസനിച്ചു. പക്ഷെ മകന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അവരും വിചാരിച്ചു. കുറച്ച് മനോവിഷമത്തോടു കൂടിയാണെങ്കിൽ തന്നെയും പുത്രവധുവിനെ അവരാദരപൂർവം സ്വീകരിച്ചു, ഗൃഹത്തിലേക്ക് കുടിയിരുത്തി. അവർക്ക് അച്ഛനമ്മയ്ക്കും വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ കാലം കടന്നുപോയി. ലാവണ്യവതി നല്ല മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനും ഭർത്തൃമാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കാനും എല്ലാത്തിനും അവൾ ഉത്സാഹവതിയായിരുന്നു. നല്ല അച്ചടക്കവും ഗുണശീലങ്ങളുമുള്ള പെൺകുട്ടി. ഏതായാലും എല്ലാവർക്കും അതിന് ആ പെൺകുട്ടിയെ ബോധ്യപ്പെട്ടു. ഒരു ദിവസം നല്ല ഉഷ്ണമുള്ള ഒരു കാലത്ത് അവരുടെ വീടിൻ്റെ മട്ടുപ്പാവിലിരുന്ന് സന്തോഷത്തോടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ഹരിസ്വാമിയും ലാവണ്യവതിയും. അന്നത്തെ പ്രേമലീലകളൊക്കെ കഴിഞ്ഞ് അവർ ആ ടെറസിനുള്ളിൽ തന്നെ, ആ മട്ടുപ്പാവിൽ തന്നെ കിടന്നുറങ്ങി. ഉറക്കത്തിൽ നല്ല നിലാവുണ്ട്. നല്ല നിലാവ് ഉദിച്ചു നിൽക്കുന്ന രാത്രിയിൽ ആകാശത്തുകൂടെ ഒരു ഗന്ധർവൻ തൻ്റെ തേരിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഗന്ധർവൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് താഴെ ഒരു വീടിൻ്റെ മട്ടുപ്പാവിൽ കിടന്നുറങ്ങുന്ന ലാവണ്യവതിയെയാണ്. അതിസുന്ദരിയായ ലാവണ്യവതിയുടെ മൂടുപടം ആ സമയത്ത് കാറ്റടിച്ച് മാറി പോയിട്ടുണ്ടായിരുന്നു. അവളുടെ സുന്ദരമായ മുഖവും ആകാര സൗഷ്ഠവവും കണ്ട ഗന്ധർവന് അവളെ സ്വന്തമാക്കണമെന്ന പൂതി മനസ്സിൽ വളർന്നു. ഒട്ടും താമസിച്ചില്ല, തൻ്റെ ആകാശമാർഗത്തിലുള്ള വിമാനം താഴേക്കിറക്കി ബലാത്കാരമായി ആ യുവതിയെ ആ മട്ടുപ്പാവിൽ നിന്ന് വലിച്ചഴിച്ച് തൻ്റെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി. ഗാഠനിദ്രയിലായിരുന്ന ഹരിസ്വാമി പാവം ഇതൊന്നും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ഏകദേശം വെളുപ്പാങ്കാലമായപ്പോൾ ഉണർന്നു നോക്കിയപ്പോൾ തൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുകയായിരുന്ന ഭാര്യയെ കാണാനില്ല. അയാൾ ആകെ പരിഭ്രമിച്ചു. വീട്ടില് താഴേക്ക് ഇറങ്ങി ചെന്ന് വീടിലെ മുക്കിലും മൂലയിലും ഒക്കെ ചെന്ന് അന്വേഷിച്ചു. ഉറക്കെ വിളിച്ചു നോക്കി. അയൽപ്പക്കത്തെ വീടുകളിലേക്ക് ചെന്ന് നോക്കി. അവിടങ്ങളിലൊക്കെ അന്വേഷിച്ചു. ഒരിടത്തും ലാവണ്യവതിയെ കാണാനുമില്ല, ആരും കണ്ടിട്ടുമില്ല. ആകെ പരിഭ്രാന്തനായ ഹരിസ്വാമി ആ ഗ്രാമം മുഴുവനും അന്വേഷിച്ച് നടന്നു. പല സ്ഥലത്തും തൻ്റെ പ്രേയസിയെ കണ്ടുകിട്ടും എന്ന ബോധ്യത്തോടു കൂടി
ഉള്ളുലഞ്ഞ സങ്കടത്തോടു കൂടി തന്നെ ഹരിസ്വാമി അന്വേഷിച്ചു നടന്നു. ഇനി വല്ല അബദ്ധവും പറ്റിയതാണോ എന്നറിയാൻ വേണ്ടി അവിടെയുള്ള കായലിലും കുളങ്ങളിലും കിണറുകളിലും ഒക്കെ ഇറങ്ങി പരിശോധിക്കുകയുണ്ടായി. ഒരു സ്ഥലത്തു നിന്നും ലാവണ്യവതിയെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഹരിസ്വാമിക്ക് ഊണിലും ഉറക്കത്തിലും തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ചിന്ത മാത്രം. അവസാനം അയാൾക്ക് ഒന്നിലും ഒരു ആഗ്രഹമില്ലാതായി, ഊണും ഉറക്കവും ഇല്ലാതായി. അയാൾക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ഒരു ചിന്തയില്ലാതായി. തീരെ നിരാശനായി, ഒന്നിനും വയ്യാതെ കുറേ ദിവസം വീട്ടിൽ തന്നെ ചമ്രം പടിഞ്ഞു കൂടിയിരുന്നു. പിന്നെ ജീവിതത്തോടുള്ള വിരക്തിയായി. എല്ലാ ജീവിത സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു സന്യാസിയെ പോലെ ഇനിയുള്ള ജീവിതം ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഹരിസ്വാമി ആ വീട് വിട്ടിറങ്ങി. പല സ്ഥലത്തും അന്വേഷിച്ച് നടന്ന്, പല ദേശത്തു കൂടെയൊക്കെ നടന്ന് ഭിക്ഷാടനൊക്കെ നടത്തി ജീവിക്കുകയാണ്. ഒരു ദിവസം ഹരിസ്വാമി ഒരു ഗ്രാമത്തിലെത്തി. വിശന്ന് വലഞ്ഞാണ് വരണത്. കഴിക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ചു നേരമായിട്ട്. അയാൾ എന്ത് ചെയ്തു? ഒരു പാള, കവുങ്ങും പാള എടുത്ത് വൃത്തിയാക്കി അത് മെടഞ്ഞ് ഒരു കുത്തുപാള പോലെയാക്കി. എന്നിട്ട് ആ പാളയും കൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അതൊരു ബ്രാഹ്മണന്റെ വീടായിരുന്നു. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഭക്ഷണം വേണം എന്ന് യാചിച്ചു. ബ്രാഹ്മണൻ വേഗം അകത്ത് പോയി കുറച്ച് പാൽക്കഞ്ഞി ഭാര്യയോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാൽക്കഞ്ഞി ഭാര്യയോട് മേടിച്ചൊരു പാത്രത്തിലാക്കി അത് ഈ കുത്തുപാളയിലേക്ക് ഒഴിച്ചു കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി ആ പാൽക്കഞ്ഞിയുമായിട്ട് നമ്മുടെ ഹരിസ്വാമി മുന്നോട്ട് പോയി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് ഈ ബ്രാഹ്മണന്മാർക്കൊക്കെ പ്രത്യേകിച്ചും അവരുടെ ഒരു ആചാരമാണ്. അവിടെ അടുത്ത് കണ്ട ഒരു കുളത്തിന്റെ കരയിൽ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഈ പാൽക്കഞ്ഞി നിറച്ചു വെച്ചിട്ടുള്ള പാള വെച്ചതിന് ശേഷം വസ്ത്രങ്ങളൊക്കെ മാറി കുളത്തിലേക്ക് ഇറങ്ങി വൃത്തിയായിട്ട് കുളിച്ച് കയറി വരികയാണ്. പക്ഷെ ഇതിനിടയിൽ ഒരു സംഭവം നടന്നു. ആ പാൽക്കഞ്ഞി പാത്രം കൊണ്ടുവച്ച വൃക്ഷത്തിന്റെ മരത്തിന്റെ പോടിനുള്ളില് ഒരു മാളം ഉണ്ടായിരുന്നു. ആ മാളത്തില് വിഷരൂപിയായ ഒരു കരിനാഗം പാർത്തിരുന്നു. പാലിന്റെ മണം കിട്ടിയപ്പോൾ കരിനാഗം ആ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ പാൽക്കഞ്ഞി അല്പം കുടിച്ചു. കരിനാഗമാണ്. ആ പാൽക്കഞ്ഞി കുടിച്ചപ്പോൾ അതിൻ്റെ ദ്രംഷ്ടങ്ങളിലെ ഊറി വന്ന വിഷം ആ ബാക്കിയുള്ള പാൽക്കഞ്ഞിയിലേക്ക് പകർന്നു. അത് മുഴുവനും വിഷമയമായി. പാവം ഹരിസ്വാമി ഇതൊന്നും അറിഞ്ഞില്ല. അയാൾ കുളിച്ച് കയറി വന്നു. വിശപ്പും ദാഹമുണ്ട്. വേഗം ആ പാൽക്കഞ്ഞി എടുത്ത് കുടിച്ചു. പാൽക്കഞ്ഞിയിലുള്ള വിഷവും അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മരണവെപ്രാളം തുടങ്ങി. ആകെ പരിഭ്രമമായി. അങ്ങേർക്ക് മനസ്സിലായി ഞാൻ കുടിച്ച പാൽക്കഞ്ഞിയിൽ എന്തോ വിഷമുണ്ട്. അയാള് അവശതയോടുകൂടി ആ പാൽക്കഞ്ഞി തന്ന ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് ഒരു വിധത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ, നിങ്ങൾ എന്ത് ദുഷ്ടതരമാണ് ചെയ്തത്? നിങ്ങൾ ആ പാൽക്കഞ്ഞിയിൽ വിഷം കലർത്തിയാണ് എനിക്ക് തന്നത്. ഞാനിതാ മരിക്കാൻ പോവുകയാണ്. അയാൾ മരണവെപ്രാളത്തോടു കൂടി അവിടെ കിടന്ന് പെടഞ്ഞ് ആ ബ്രാഹ്മണന്റെ വീട്ടുമുറ്റത്ത് തന്നെ ഹരിസ്വാമി മരണമടഞ്ഞു. ഇത് കണ്ട ആ ബ്രാഹ്മണൻ ആകെ പരിഭ്രമിച്ചു. അയാൾ ആകെ വിഷമിച്ചു പോയി. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ വേഗം വീടിനകത്തേക്ക് ചെന്ന് ഭാര്യയെ വിളിച്ചു നോക്കി. നീ എന്ത് ദുഷ്ടത്തിലാണ് ചെയ്തത്? ഒരു അതിഥി വീട്ടിൽ വന്ന് അയാൾക്ക് കൊടുക്കുന്ന പാൽക്കഞ്ഞിൽ വിഷം കലർത്തിയാണോ കൊടുക്കണേ? ആ ബ്രാഹ്മണനെ കൊന്ന ശാപം ഞാനിനി എവിടെ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞ അയാൾ ആ ഭാര്യയെ വീട്ടിൽ നിന്ന് തള്ളി പുറത്തേക്ക് ഇട്ടു. കഥ ഇവിടെ നിന്നു. വേതാളം കഥ നിർത്തി. വിക്രമാദിത്യനോട് ചോദിച്ചു, ഈ 3 പേരിൽ ആരാണ് അപരാധി? ആരാണ് കുറ്റം ചെയ്തത്? വിക്രമാദിത്യന്റെ ഉത്തരം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താ തോന്നണേ? ആരാണ് ഇതിൽ അപരാധി? പറയാമോ? നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.